നമസ്കാരം. കസ്റ്റമൈസ്ഡ് പ്രിൻറ്റിംഗ് രംഗത്ത് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ മികച്ച വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് അവസരമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കസ്റ്റം പ്രിൻറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ ലെറ്റർ പാഡ് മുതൽ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റുകൾ, കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ വരെ ഉൾപ്പെടുന്ന ഒരു വലിയ ബിസിനസ് മേഖലയാണ്. ഈ മേഖലയിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് ബ്രാൻഡായ യൂണിനോട്ട് പ്രിൻ്റുമായി അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് പ്രിൻറ്റിംഗ് രംഗത്ത് ഫ്രാഞ്ചൈസികൾ നൽകുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്പനി ആയിരിക്കും യൂണിനോട്ട്. നിങ്ങളൊരു പക്ഷേ ഒരു DTP സെൻറ്റർ നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ മുതൽ മുടക്കിൽ ഒരു സ്റ്റുഡിയോ നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് സെൻറ്റർ നടത്തുന്ന ആളായിരിക്കാം, അതും അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. ഇതിൽ ഏത് മേഖലയിൽ പെടുന്ന ഒരാളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിനാവശ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റിൻ്റെ ലഭ്യതകളാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രശ്നം. ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഒരു മാർജിൻ ലഭിക്കുന്ന രീതിയിൽ എത്തിച്ചു തരുന്ന ഒരു കമ്പനിയാണ് യൂണിനോട്ട്. പല കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ ഈ കമ്പനിയിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ്സിനാവശ്യമായ രീതിയിൽ ലഭ്യമാകാവുന്നതാണ്. അതിൽ ചില പ്രോഡക്റ്റുകൾ, ഒന്നാമതായിട്ട് ഫോട്ടോ പ്രിൻ്റഡ് പ്രോഡക്റ്റുകൾ. ഫോട്ടോ എന്ന് പറയുന്ന ഒരു വലിയ സെഗ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റുകളായിട്ട് ലഭ്യമാകും. ഈ സെഗ്മെൻറ്റിൽ ഫ്രെയിംലെസ് ഫോട്ടോകൾ, ഫോട്ടോ ഫ്രെയിമുകൾ, LED ഫോട്ടോസ്, ക്യാൻവാസ് ഫോട്ടോകൾ, ടേബിൾ ടോപ്പ് ഫോട്ടോകൾ, അങ്ങനെ ഫോട്ടോ സെഗ്മെൻറ്റിൽ ഒരു വലിയ കാറ്റഗറികൾ ലഭ്യമാണ്. ഇത്തരം പ്രോഡക്റ്റുകളെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, ഓരോ പ്രോഡക്റ്റുകളെ പറ്റിയും വിശദീകരിക്കുന്ന വീഡിയോസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കമ്പനി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. ഓരോ സെഗ്മെൻറ്റുകളെ പറ്റി നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു സെഗ്മെൻറ്റ് ക്ലോക്കുകളുടെ സെഗ്മെൻറ്റാണ്. ഇതിൽ ഫോട്ടോ പ്രിൻ്റഡ് ക്ലോക്കുകൾ, ടേബിൾ ടോപ്പ് ക്ലോക്കുകൾ, ഡിസൈനർ ക്ലോക്കുകൾ, വാൾ ഡെക്കർ ക്ലോക്കുകൾ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള പല സെഗ്മെൻറ്റിലുള്ള പ്രോഡക്റ്റുകൾ ലഭ്യമാണ്. പിന്നെ മൂന്നാമത്തെ മറ്റൊരു കാറ്റഗറിയാണ്, പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഗിഫ്റ്റ് ഐറ്റംസ്. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കതിന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയൊരു സെഗ്മെൻറ്റാണ് മെമൻറ്റോസ്. മെമൻറ്റോസിൻ്റെ പ്രത്യേകത, ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള വിവിധ റേഞ്ചിലുള്ള മെമൻറ്റോസ് കമ്പനിയിൽ നിന്ന് അവൈലബിൾ ആണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വിശദമായ വീഡിയോസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് കണ്ട് ബോധ്യപ്പെടുക. അടുത്ത ഒരു സെഗ്മെൻറ്റാണ് പേഴ്സണലൈസ്ഡ് കീ ചെയിനുകൾ. ഈ സെഗ്മെൻറ്റിനകത്തിൽ ഫോട്ടോ കീ ചെയിനുകൾ, വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കീ ചെയിനുകൾ, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന കീ ചെയിനുകൾ, അതുപോലെ കോമൺലി യൂസ് ചെയ്യുന്ന എംബ്ലങ്ങൾ, ദൈവങ്ങളുടെ ഇമേജ് വെച്ചിട്ടുള്ള കീ ചെയിനുകൾ, അങ്ങനെ ഒരു വലിയ സെഗ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് വീഡിയോസും അതുപോലെ തന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി വിശദമായിട്ട് കാണാവുന്നതാണ്. മറ്റു കാറ്റഗറിയിൽ വരുന്ന സമയത്ത് നെയിം ബോർഡുകൾ എന്ന് ഉദ്ദേശിക്കുന്ന വീടുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്ന ബോർഡുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, പല ഷേപ്പിലും പല പേപ്പറിലും പല ക്വാളിറ്റിയിലുമുള്ള കാർഡുകൾ, വെഡ്ഡിംഗ് കാർഡുകൾ, ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന വെഡ്ഡിംഗ് കാർഡുകൾ, ഡിജിറ്റൽ വെഡ്ഡിംഗ് കാർഡുകൾ, മറ്റ് ഒക്കേഷനുകൾക്ക് ഉപയോഗിക്കുന്ന ഇൻവിറ്റേഷൻ കാർഡുകൾ, അതുപോലെ വലിയ വിപണന സാധ്യതയുള്ള ID കാർഡുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ID കാർഡുകൾ, ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ID കാർഡുകൾ, അതുപോലെയുള്ള ഒരു സെഗ്മെൻറ്റ്. മറ്റൊരു സെഗ്മെൻറ്റ് സീലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സീലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പഴയ റബ്ബർ സ്റ്റാമ്പ് മുതൽ ഇന്നത്തെ ആധുനിക കാലത്ത് യൂസ് ചെയ്യുന്ന മൾട്ടി കളർ സീലുകൾ വരെ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷന്. അതുപോലെ പ്രിൻ്റഡ് മഗ്ഗുകൾ, മൗസ് പാഡുകൾ, ക്യാപ്പുകൾ, ബോട്ടിൽസുകൾ, അങ്ങനെയുള്ള ഒരു സെഗ്മെൻറ്റുകൾ.
പിന്നെ ഹോം ഡെക്കർ ഐറ്റംസ് ഇൻവോൾവ് ചെയ്യുന്ന മറ്റൊരു സെഗ്മെൻറ്റ്, സ്റ്റേഷനറി പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ലെറ്റർ പാഡുകൾ, സർട്ടിഫിക്കറ്റുകൾ, ബിൽ ബുക്കുകൾ, വൗച്ചറുകൾ, എൻവലപ്പുകൾ, ഗിഫ്റ്റ് കൂപ്പണുകൾ, സ്റ്റിക്കറുകൾ, നെയിം സ്ലിപ്പുകൾ, അങ്ങനെ വലിയൊരു സ്റ്റേഷനറി പ്രിൻറ്റിങ് സെഗ്മെൻറ്റ്. പസിലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണ പിക്ചർ പസിൽ, 3D പസിലുകൾ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് പസിലുകൾ, അതുപോലെ QR കോഡ് സ്റ്റാൻഡുകൾ, കാർ ഡാഷ്ബോർഡിൽ വെക്കുന്ന കസ്റ്റമൈസ്ഡ് ഫോട്ടോസുകൾ, ഇങ്ങനെ പല പ്രോഡക്റ്റുകളും പല കാറ്റഗറി പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. നമ്മൾ ഓരോ കാറ്റഗറിയെ പറ്റി വിശദമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓരോ കാറ്റഗറികളെ പറ്റിയും വിശദമായിട്ട് വിശദീകരിക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണങ്ങളുള്ള കാറ്റഗറി വൈസ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോ കാറ്റഗറികളെ പറ്റിയും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിൻ്റെ യൂസ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോസും അവൈലബിൾ. നമ്മളിവിടെ പ്രധാനമായിട്ടും ഈ ഫ്രാഞ്ചൈസി ബിസിനസ് ഓപ്ഷൻ എങ്ങനെയാണെന്നും ബിസിനസ് സാധ്യതകളെ പറ്റി മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് ആവശ്യമായിട്ട് കമ്പനി ഇൻസിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നെന്ന് പറയുന്നത്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഫ്രാഞ്ചൈസി എന്നതുകൊണ്ട് നിലവിൽ ഒരു സ്ഥാപനമുള്ളവരായിരിക്കണം എന്നൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അതുപോലെ പ്രോഡക്റ്റുകളും സാമ്പിളുകളും ബോർഡുകളും ഡിസ്പ്ലേ ബോർഡുകളും മറ്റും ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റി ബേസിക്കായെങ്കിലും ഒരു അറിവുള്ള ഒരാളായിരിക്കണം ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്. അതുപോലെ നിലവിലെ നിങ്ങളുടെ സ്ഥാപനം ഒരു വിപണന സാധ്യതയുള്ള ഒരു മേഖലയിലായിരിക്കണം എന്നൊരു കണ്ടീഷൻ കൂടി നമ്മൾ വെക്കുന്നുണ്ട്. തീരെ റിമോട്ട് മേഖലയിലാകാൻ പാടില്ല. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നിലവിൽ സ്ഥാപനം ഇല്ലാത്തവരാണ് എങ്കിൽ ഇതുപോലെ ഒരു ലൊക്കേഷനിൽ ഒരു മിനിമം 200-250 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂം എടുത്ത് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് എങ്കിൽ അവർക്ക് നമുക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളിന് എന്തെല്ലാം തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കും അവർക്ക് വേണ്ടി വരുന്നത് എന്നുള്ളതിനെ പറ്റി കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് ഈ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സ് നേരിൽ കാണുമ്പോൾ മാത്രമേ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ട്രെൻഡ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകളുടെ സാമ്പിൾസുകൾ അവിടെ കമ്പനിയുടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറിയാണ്. ഏകദേശം 450 മുതൽ 500 പ്രോഡക്റ്റുകൾ വരെയുള്ള വിവിധ ഷേപ്പിൽ എല്ലാ കാറ്റഗറിയിലും പെടുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും സാമ്പിൾസുകളുടെ ഒരു സെറ്റ് കമ്പനി ഫ്രാഞ്ചൈസികൾക്ക് ഫസ്റ്റ് പർച്ചേസായിട്ട് കൊടുക്കുന്നുണ്ടാവും. അത് കമ്പൽസറിയാണ്. അതിന് 1 ലക്ഷം രൂപ ഇൻക്ലൂഡിങ് ടാക്സ് 1 ലക്ഷം രൂപ വില വരുന്ന ഒരു സാമ്പിൾ സെറ്റ് ഉണ്ടാകും. അത് ഏകദേശം 450-500 പ്രോഡക്റ്റുകളുണ്ടാകും. അതിനകത്തിൽ എല്ലാ സെഗ്മെൻറ്റിലെയും എല്ലാ സാമ്പിൾസുകളും ഉണ്ടാകും. ഈ പ്രോഡക്റ്റുകൾ നമ്മളവിടെ ഷോക്കേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തു വരുന്ന ബിസിനസ്സുകളുടെ ഡീറ്റെയിൽസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബോർഡുകൾ, സ്റ്റിക്കറുകൾ, അത് ലേസർ പ്രിൻ്റഡ് ആകാം, UV പ്രിൻ്റഡ് ആകാം, അങ്ങനെയുള്ള ബോർഡുകൾ, ഡിസ്പ്ലേ ബോർഡുകൾ, വിവിധ പ്രോഡക്റ്റുകളുടെ സ്റ്റിക്കറുകൾ, പിന്നെ കമ്പനി അസോസിയേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൂടെ ചേർന്ന മറ്റൊരു സെറ്റ് ഉണ്ടാകും. അതിന് ഏകദേശം 10,000 റുപ്പീസ് 10,000 രൂപ എക്സ്പെൻസ് ഉണ്ടാകും. ഇതുകൂടാതെ കമ്പനിയുടെ രജിസ്ട്രേഷൻ എന്നത് 5,000 രൂപയാണ്. രജിസ്ട്രേഷൻ 5 വർഷത്തേക്കുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ നൽകുന്നത്. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, റിന്യൂ ചെയ്യുന്നതിന് വേറെ ചാർജസ് ഒന്നുമില്ല. ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോവുക എന്നുള്ളതേ ഉള്ളൂ. രജിസ്ട്രേഷൻ നമ്മൾ റിന്യൂ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ പറ്റിയാണ് നമ്മളിനി അടുത്തത് ചർച്ച ചെയ്യുന്നത്. ഫ്രാഞ്ചൈസികൾക്ക് കമ്പനി നൽകുന്ന ഓഫറുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഓഫർ എന്ന് പറയുന്നത്, കമ്പനിയുടെ നിന്ന് ഫ്രാഞ്ചൈസികൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും, അതിനൊരു കാറ്റഗറി വ്യത്യാസവുമില്ല, എല്ലാ പ്രോഡക്റ്റുകൾക്കും 50% മാർജിൻ ലഭിക്കുന്നതായിരിക്കും. 1000 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ കമ്പനി നിങ്ങൾക്കത് 500 രൂപയ്ക്ക് നൽകുന്നതായിരിക്കും.
അതാണ് ഏറ്റവും പ്രധാനം. 50% മാർജിൻ കമ്പനി ഓഫർ ചെയ്യുന്നു. രണ്ടാമത്തെ ഒന്ന് ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പനിയിൽ ഒരു ഓർഡർ നിങ്ങളുടെ കസ്റ്റമർ പറഞ്ഞ ഓർഡർ നിങ്ങൾ കമ്പനിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരത്തില്ല. കമ്പനിയുടെ ഫ്രാഞ്ചൈസി ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വന്ന് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം കസ്റ്റമർ പേയ്മെൻറ്റ് തന്നതിന് ശേഷം നിങ്ങൾക്ക് പേ ചെയ്താൽ മതിയാവും. അതായത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിച്ച് 3-4 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് കമ്പനിയിൽ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി കമ്പനി നൽകുന്നുണ്ടാവും. മൂന്നാമത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് റിട്ടേൺ ഫെസിലിറ്റിയാണ്. കമ്പനിയിൽ നിന്ന് നിങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി നടത്തിയ ഓർഡർ കമ്പനി കസ്റ്റമേഴ്സ്ക്ക് നേരിട്ട് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരികയോ ചെയ്തു. നിങ്ങളത് കണ്ട് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിനകത്തിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് 7 ദിവസത്തിനുള്ളിൽ അത് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതിന് ഫ്രാഞ്ചൈസികൾക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതയും ഉണ്ടായിരിക്കില്ല. അതേസമയം ആ പ്രോഡക്റ്റിലേക്ക് തന്ന ഡേറ്റ ഫ്രാഞ്ചൈസിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബാധ്യതയും ഇല്ലാതെ അത് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഫെസിലിറ്റി കമ്പനി നൽകുന്നത് ഫ്രാഞ്ചൈസികൾക്ക് നൽകുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ഫെസിലിറ്റിയാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഫെസിലിറ്റി ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. നിങ്ങളുടെ കസ്റ്റമർക്ക് നേരിട്ട് കമ്പനി തന്നെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നൽകുന്നുണ്ടാവും. ഇനി മറ്റൊരു സർവീസ് കമ്പനി ഫ്രാഞ്ചൈസികൾക്ക് നൽകുന്നത് സോഷ്യൽ മീഡിയ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള മുഴുവൻ വീഡിയോസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ വീഡിയോസിൻ്റെ ലിങ്കുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഇന്ന വീഡിയോകൾ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ കമ്പനിയിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ആ വീഡിയോസിൻ്റെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി തരുന്നതായിരിക്കും. അതിന് യാതൊരു വിധത്തിലുള്ള ചാർജസും ഈടാക്കുന്നതല്ല. അതിന് അതേസമയം അതിനകത്തിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ വല്ലതും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എഡിറ്റിംഗ് ചാർജ് മാത്രമേ കമ്പനി ഈടാക്കുകയുള്ളൂ. മറ്റൊരു ഓപ്പർച്യൂണിറ്റി കമ്പനി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ ഷിപ്പിംഗ് ചാർജുമായി ബന്ധപ്പെട്ടാണ്. ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും കമ്പനി ഫ്രാഞ്ചൈസികൾക്കായാലും ആർക്കായാലും ഷിപ്പിംഗ് ചാർജ് കൊറിയർ ചാർജ് അതിനകത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ കൊറിയർ ചാർജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോഡക്റ്റിന് അഡീഷണലായിട്ട് കൊറിയർ ചാർജ് വരും. ഫ്രാഞ്ചൈസികൾക്ക് ആക്ച്വൽ കൊറിയർ ചാർജ്, അതായത് പലപ്പോഴും പല ഓൺലൈൻ കമ്പനികളും അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഇടുന്നത് ഒരു ആവറേജ് വാല്യൂ ആയിരിക്കും. അപ്പോൾ 60 രൂപ ഷിപ്പിംഗ് ചാർജുള്ള പ്രോഡക്റ്റിന് 100 രൂപയായിരിക്കും ഒരു ഷിപ്പിംഗ് ചാർജ് ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് മേടിക്കാം. പക്ഷേ കമ്പനി നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് ആക്ച്വൽ ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു ഫെസിലിറ്റി. ഇനി ഫ്രാഞ്ചൈസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് റീറ്റെയിൽ ബിസിനസ് പാർട്ട്നേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതിന് വേണ്ടി റീറ്റെയിൽ ബിസിനസ് കൂപ്പണുകൾ കൊടുക്കുന്നതിനുള്ള ഒരു അവസരം ഫ്രാഞ്ചൈസികൾക്ക് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ബിസിനസ് കൂപ്പണുകൾ എന്നുള്ളത് ഡിസ്കൗണ്ട് കൂപ്പൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമർ കമ്പനിയിൽ നിന്നൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അവർക്ക് ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്കീമാണ് ഡിസ്കൗണ്ട് കൂപ്പൺ എന്ന് പറയുന്നത്. ഇത് ഇപ്പം നിങ്ങളുടെ ഫ്രാഞ്ചൈസി ഇരിക്കുന്ന ലൊക്കേഷനിൽ ഒരു 5-10 കിലോമീറ്ററിനുള്ളിൽ നിങ്ങളൊന്ന് നോക്കാമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് DTP സെൻറ്ററുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡിയോകളുണ്ടാകാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് സെൻറ്ററുകളുണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തമായി വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇങ്ങനെയുള്ള ബിസിനസ് എൻ്റർപ്രണേഴ്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂപ്പണുകൾ ഫ്രീ ആയിട്ട് നൽകാവുന്നതാണ്. ആ കൂപ്പണിന് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം, എത്ര കാലത്തേക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കമ്പനി തരുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ഥാപനത്തിന് അടുത്തുള്ള ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരാളുണ്ട് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് അദ്ദേഹം സ്ഥിരമായിട്ട് ഫോട്ടോ ഫ്രെയിമുകളും
അതുപോലെ മറ്റ് പ്രോഡക്റ്റുകളും വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ബിസിനസ് എൻ്റർപ്രണർ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് മുമ്പിൽ ഈ വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. എന്നിട്ട് അദ്ദേഹത്തിന് ഈ കൂപ്പണുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിനൊരു 30% ഡിസ്കൗണ്ട് കിട്ടത്തക്ക രീതിയിലാണ് കൂപ്പണുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നിങ്ങളത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 30% ഡിസ്കൗണ്ട് ഉള്ള ഒരു കൂപ്പൺ നിങ്ങൾക്ക് കമ്പനി തരും. ഈ കൂപ്പൺ ഉപയോഗിച്ച് ആ എൻ്റർപ്രണർ എത്ര രൂപയുടെ ബിസിനസ് ചെയ്താലും അദ്ദേഹത്തിന് എല്ലാ പർച്ചേസിനകത്തിലും 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് അദ്ദേഹം 1000 രൂപ മുടക്കി ഒരു ഫ്രെയിംലെസ് ഫോട്ടോ കമ്പനിയിൽ ഓർഡർ ചെയ്യുന്നു. അദ്ദേഹത്തിനത് 700 രൂപ പേയ്മെൻറ്റേ വരത്തുള്ളൂ. ബാക്കി 300 രൂപ അദ്ദേഹത്തിന് മാർജിനായിട്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റമറിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കൂടുതൽ ഇഫേർട്ടൊന്നും ഇടുന്നില്ല. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റിന് 1000 രൂപ എന്നുള്ളത് പറഞ്ഞ് ആ കസ്റ്റമറുടെ ഫോട്ടോ മേടിച്ച് കമ്പനിയിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബില്ല് 700 രൂപയായിട്ട് കുറയും. അദ്ദേഹത്തിന് ഈ പ്രോഡക്റ്റ് വന്നു കഴിയുമ്പോൾ അത് സെല്ല് ചെയ്യാവുന്നതാണ്. 300 രൂപ മാർജിനിൽ അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ആ കസ്റ്റമർ അവിടെ ചെയ്തത് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലെങ്കിൽ പോലും കമ്പനി നോക്കുന്നത് കമ്പനികളുടെ ഫ്രാഞ്ചൈസികൾക്ക് എല്ലാം തന്നെ 50% ഡിസ്കൗണ്ട് കൊടുക്കാൻ കമ്പനി തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ കസ്റ്റമർക്ക് 30% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് 20% ഡിസ്കൗണ്ട് കമ്പനി അത് നിങ്ങൾക്കായിരിക്കും ഓഫർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സമീപത്തുള്ള 10-15 റീറ്റെയിലേഴ്സിന് കൂപ്പണുകൾ നിങ്ങൾ ത്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ ബിസിനസ്സിനും അതിൻ്റെ 20% ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡാഷ്ബോർഡിൽ, അതായത് കമ്പനിയുമായിട്ട് ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ലഭിക്കുന്നുണ്ടാകും. അത് വെച്ച് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ സ്വന്തം ഡാഷ്ബോർഡ് കാണാനൊക്കും. ആ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് എൻകാഷ് ചെയ്യത്തക്ക രീതിയിൽ ക്യാഷ് ബാക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് വന്ന് കിടക്കും. ആ എമൗണ്ട് നിങ്ങൾ കമ്പനിയിൽ നിന്ന് ക്യാഷ് ബാക്ക് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യാതെ തന്നെ കമ്പനി ആ എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷായിട്ട് വേണമെങ്കിൽ ക്യാഷായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതല്ല, നിങ്ങളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടാകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ബിസിനസ് കൂടാതെ തന്നെ അവരുടെ റീറ്റെയിലേഴ്സിൽ നിന്ന് നടക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇത് സിസ്റ്റം വളരെ തിയററ്റിക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങളെ ഫ്രാഞ്ചൈസി കണക്കാക്കുന്നത് ഒരു ഹോൾസെയിൽ ബിസിനസ് എൻ്റർപ്രണറായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോൾസെയിലർക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ അവരവരുടെ റീറ്റെയിലർക്ക് സെല്ല് ചെയ്യുമ്പോൾ അവരുടെ ഒരു മാർജിൻ എടുത്തതിന് ശേഷമാണ് അവർ റീറ്റെയിലർക്ക് കൊടുക്കുന്നത്. റീറ്റെയിലർ അവരുടെ മാർജിൻ എടുത്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഈ പ്രോസസ്സ് ഓൺലൈനിലൂടെ ഓട്ടോമേറ്റ് ചെയ്തു എന്ന് മാത്രമേ കമ്പനി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള അഡ്വാൻറ്റേജ്, ഒരു ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ്, ഒരു ഹോൾസെയിലറായിട്ട് നിങ്ങൾക്ക് ആക്ട് ചെയ്യാം. പക്ഷേ ഹോൾസെയിലറായിട്ട് നിങ്ങൾ ഈ മുഴുവൻ സാധനങ്ങളും എടുത്ത് നിങ്ങളുടെ കടയിൽ വെക്കേണ്ട കാര്യമില്ല. നിങ്ങളതിൻ്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഈ പ്രോഡക്റ്റിൻ്റെ ബില്ലിംഗ് ഉൾപ്പെടെ ചെയ്യുന്നത് കമ്പനിയിൽ നിന്നായതുകൊണ്ട് അതിൻ്റെ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പനി ത്രൂ ആണ് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കമ്പനി ആയിരിക്കും. മുഴുവൻ കാര്യങ്ങൾ, അപ്പോൾ ഒരു ഹോൾസെയിലർ, സാധാരണഗതിയിൽ ഒരു ഹോൾസെയിലർ ആണെങ്കിൽ ആ ഹോൾസെയിലർ അദ്ദേഹത്തിൻ്റെ ബുക്ക് കീപ്പിംഗ് നടത്തിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അക്കൗണ്ട്സുകൾ ചെയ്തേ പറ്റത്തുള്ളൂ, GST സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. പക്ഷേ ആ പ്രോസസ്സുകളെല്ലാം തന്നെ കമ്പനി ഓരോ ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റായിട്ട് ചെയ്യുന്നുമുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും ലീഗലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ റീറ്റെയിൽ ബിസിനസ് കൂപ്പണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കമ്പനികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലെ ബിസിനസ്സിനെ എസ്കലേറ്റ് ചെയ്യുന്നതിനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട് എങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാം.
ഇനി ഇതല്ല എങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ വിവിധ ഡീറ്റെയിൽസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതുമല്ല എങ്കിൽ കമ്പനിയുടെ കസ്റ്റമർ കെയർ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൽ ക്ലാരിഫിക്കേഷൻ വരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ബിസിനസ് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.